ഈ ബഡ്ജറ്റിന്റെ വീടുകളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ട് ആലോചിച്ച് പിടിച്ചൊക്കെ വരുമ്പോഴേക്കും സെയിലായി പോകുന്ന അവസ്ഥയാണ്. അത് നിങ്ങൾക്കിനി ഉണ്ടാവരുത്. അതുകൊണ്ടാണ് 68 ലക്ഷം രൂപയുടെ ഈ ഒരു ക്യൂട്ട് വീട് നിങ്ങൾക്കായിട്ട് മാർബിൾ ഹോംസ് വളരെ പെട്ടെന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 4 സെന്റിൽ 1580 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് 68 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. നല്ലൊരു ക്യൂട്ടായ വീടാണ്. വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ വീട് വരുന്നത്. ഏകദേശം 35ഓളം വില്ലകൾ വരുന്ന വലിയ വില്ല പ്രൊജക്ട് ആണ്. എല്ലാ വീടുകളിലും ആളുകൾ താമസമായി. ഈ ഒരു വീട് കൂടിയാണ് നമുക്കിത് സെയിലിനായിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. വീതിയുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ്. നമുക്ക് അത്യാവശ്യം ഗസ്റ്റ് വന്നാലും പുറത്തൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാം. വണ്ടി നമുക്ക് തിരിച്ചെടുക്കാനും ഒക്കെ ഈസി ആയ ഒരു സ്ഥലത്താണ് വീടിരിക്കുന്നത്. ലൊക്കേഷൻ എവിടെയാണെന്നല്ലേ? എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്തിനടുത്ത് ചമ്മലപ്പടി എന്നാണ് സ്ഥലത്തിന് പേര്. ഇവിടെ നിന്ന് നമുക്ക് കിഴക്കമ്പലത്തേക്ക് നോക്കുവാണെങ്കിൽ 2.9 കിലോമീറ്ററും പുക്കാട്ടുപടിയിലേക്കും ഏകദേശം അത്രയൊക്കെ തന്നെയാണ്. 3 കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 14, ആലുവയിലേക്ക് 11, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 19 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. വീടിന് നല്ലൊരു ക്യൂട്ടായ എലിവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേക സ്റ്റൈലിൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു മോഡലാണ്. ആ ഒരു ഫസ്റ്റ് നമുക്ക് ആ മുകളിൽ കാണുന്ന ഒരു ഗ്രൗണ്ട് കഴിഞ്ഞാലുള്ള പോർഷനിൽ വരുന്ന അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് ഓടൊക്കെ പാകിയിട്ടുണ്ട്. നല്ല കളറുള്ള പെയിന്റിങ്ങും ഒക്കെ കൊടുത്ത് നമുക്കൊരു ഇഷ്ടം തോന്നുന്ന മോഡലിലാണ് വീട് ചെയ്തിരിക്കുന്നത്. മതിൽ കഴിഞ്ഞ് ഗേറ്റ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് മെത്തേഡിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ട് ഫ്ലോറിൽ നോക്കുമ്പോൾ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈനിൽ കോബിൾ സ്റ്റോൺസ് വരുന്നുണ്ട്. ബാക്കി കംപ്ലീറ്റ് ടൈലും ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഒന്നാമത്തെ കാറും അവിടെ രണ്ടാമത്തെ കാറും, 2 കാറുകൾ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാം. സ്ട്രെയിറ്റ് നിങ്ങൾ കടന്നു വരുമ്പോൾ ഈ ഭാഗത്ത് ഈ ഒരു മതിലിന്റെ പോർഷന്റെ ആ ഒരു കോർണറിലൊക്കെ നോക്കിക്കോളൂ. നമുക്ക് ചെടികളൊക്കെ വെക്കാനായിട്ട് ചെറിയ രീതിയിൽ പ്ലാന്റ് ബോക്സ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വഴി തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോയി നോക്കാം. വീടിന്റെ റൈറ്റ് സൈഡിലൂടെയാണ് നിങ്ങൾക്ക് പോകുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്കൊരു ചെറിയ വർക്ക് ഏരിയ സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തൊരു സ്പേസ് ആണ് കിട്ടുന്നത്. വീടിന്റെ സൈഡിലൂടെ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ്. സെറ്റ് ബാക്ക് നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാൻ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിൽ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ നോക്കിക്കോളൂ. ഇവിടെ ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ മെറ്റൽ ചിപ്പാണ്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലും നല്ല രീതിയിൽ തന്നെ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെയും ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാവുന്ന ഫ്രണ്ടിലെ ആ ഒരു സ്പേസിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. മൊറോക്കൻ ഡിസൈൻ ആയിട്ടുള്ള ഭംഗിയുള്ള ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നല്ല പില്ലറുകളൊക്കെ കൊടുത്ത് മുകൾ ഭാഗത്തൊക്കെ ഓടൊക്കെ പാകി നല്ലൊരു ട്രഡീഷണൽ ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വീട് തന്നെയാണ് നമുക്കിതെന്ന് പറയാവുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയും ഇവിടെ സ്പേസ് കിട്ടുന്നുണ്ട്, ഇവിടെയും കിട്ടുന്നുണ്ട്. ഏകദേശം 4-5ഓളം ചെയറുകൾ പ്ലേസ് ചെയ്യാവുന്ന നല്ലൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സ്ട്രോങ് ആയിട്ട് സ്റ്റീലിൽ ചെയ്തിരിക്കുന്ന ഡോറാണ്. ഈസ്റ്റ് ഫേസിംഗ് ആണ്, കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. മെയിൻ ഡോർ വന്നിട്ട് സ്റ്റീലിലും ബാക്കിയുള്ള തടികളും അകത്തുള്ള മരങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് വീടിന്റെ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ ഫ്ലോർ ടൈൽ നോക്കുവാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലെ ഭംഗിയുള്ള ഡിസൈനുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. 11-10 ഫീറ്റ് ആണ് ലിവിംഗ് സ്പേസിന് വരുന്നത്. വിൻഡോസ് ഒക്കെ ഒരു പ്രത്യേക മോഡലിലായിട്ടാണ് 2 ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത്. റൂഫ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ആവശ്യത്തിന് എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടാണെങ്കിലും വർക്കുകൾ വരുന്നുണ്ട്. LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സിലിണ്ടറിക്കൽ ലൈറ്റുകളും വരുന്നുണ്ട്. നേരെ വരുമ്പോൾ കാണുന്ന ഈ ഒരു വോളാണ് നമുക്ക് TV വെക്കാനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടാണ് താഴെ ആ ഒരു സ്റ്റാൻഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും കിട്ടുന്നുണ്ട്. നല്ലൊരു ഡിസൈനിലാണ് ഈ ഒരു വോള് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ലിവിംഗ് ഏരിയ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ വരുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാൾ എടുത്തു പറയേണ്ടതാണ്. നിങ്ങളുടെ ടേബിൾ എന്തോ ആയിക്കോട്ടെ, സ്ക്വയർ ഓവൽ ഷേപ്പ് ഏതും ആയിക്കോട്ടെ, അത് പ്ലേസ് ചെയ്യാൻ പറ്റിയ വലിയൊരു ഡൈനിങ് ഹാൾ ആണ് ഇവിടെ കിട്ടുന്നത്. 14 അടി നീളവും 10 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നല്ല മോഡലിലാണ് വിൻഡോസ് കിട്ടുന്നത്. അവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്സ് ഒക്കെ വുഡൻ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു വാഷ് ബേസിനും അതുപോലെ അതിന്റെ സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ ഓപ്പൺ ഷെൽഫുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ ഒരു പോർഷൻ ചെറുതായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ്.
ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന പോർഷൻ നോക്കിക്കോളൂ. വലിയൊരു ഷാൻഡിയർ ആണ് അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റിനും സിലിണ്ടറിക്കൽ ലൈറ്റുകളും വരുന്നുണ്ട്. എഗെയിൻ നമുക്ക് ഈ ഒരു പോർഷൻ വീണ്ടും കവർ ചെയ്തിട്ടുണ്ട്. റൂഫിന്റെ അവിടെയൊക്കെയും വളരെ ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ ഇതുപോലെ ക്യൂട്ടായ നല്ലൊരു വീട് നിങ്ങൾക്ക് ഇനി കിട്ടാൻ സാധ്യത കുറവാണ്. വീടുകൾ വളരെ പെട്ടെന്ന് സെയിൽ ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകരുത്. നമുക്ക് ഇവിടെ താഴെ വരുന്ന ബെഡ്റൂം ഇങ്ങനെയാണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റ് ആണ്. വിൻഡോസ് ചുറ്റിനും നിങ്ങൾക്ക് കാണാം. ആവശ്യത്തിന് ലൈറ്റ് ഫിറ്റിംഗ്സ് റൂഫിൽ വരുന്നുണ്ട്. എയർ ഹോൾ ഫെസിലിറ്റി എല്ലാ റൂമുകളിലും കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നല്ല വർക്കുകളും ഡിസൈനും ഒക്കെയാണ് വരുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മിറർ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ലെങ്തി ആയിട്ടും സൗകര്യത്തോട് കൂടിയിട്ടുമാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷൻ ആണ് ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി കിച്ചൺ ഒന്ന് കാണാം. ഓപ്പൺ കിച്ചൺ ആണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. എൻട്രൻസ് ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടും ഒക്കെ വുഡൻ ആയിട്ട് ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് LED സ്ട്രിപ്പുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് വരുമ്പോൾ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള ടൈൽ ഡിസൈനോട് കൂടിയിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ചിമ്മിണി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് മുകളിലും താഴെയും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിലാണ്. വിൻഡോസ് നിങ്ങൾക്ക് 2 എണ്ണം അടുത്തടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്താണ്. കൗണ്ടർ ടോപ്പ് ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള കളറിലാണ് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും എയർ ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നുള്ള ഈ ഒരു സ്പേസ് നമ്മൾ തുറന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് വർക്ക് ഏരിയ ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അത് കണ്ടതാണ്. റൂഫൊക്കെ കവർ ചെയ്ത് നല്ലൊരു സ്പേഷ്യസ് ആയ വർക്ക് ഏരിയ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് നിൽക്കുകയാണ്. ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊന്ന് കണ്ടോളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു മുകളിൽ സ്റ്റെപ്പിൽ നിന്നുള്ള ആ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണാം. നല്ലൊരു ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഇത്രയും പോർഷനൊക്കെ നമുക്ക് കാണാൻ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സറൗണ്ടിങ് ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. നമ്മൾ ആ ഹാങ്ങിങ് ലൈറ്റ് സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ സിലിണ്ടറിക്കൽ ലൈറ്റുകളുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഓപ്പണിംഗ് ഗ്ലാസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഞാൻ ഈ നിൽക്കുന്ന പോർഷന്റെ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് മൊറോക്കൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ അറേഞ്ച്മെന്റ് കൂടി കിട്ടുന്നുണ്ട്. ഇരിക്കാനായിട്ട് നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഓപ്പൺ ഷെൽഫ് വരുന്നുണ്ട്. ടഫന്റെ ഗ്ലാസ് ഇട്ടാണ് ഈ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഭംഗിയുള്ള ഡെക്കർ പീസുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും നമ്മുടെ ഒരു വീട് കാണാനായിട്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഡോർ ഉണ്ട്. നമുക്കിവിടെ ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ സേഫ് ആയിട്ട് കവർ ചെയ്ത് ഫ്ലോറിൽ മൊറോക്കൻ ടൈലാണ്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. നമ്മൾ സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിൽ എത്തി നിൽക്കുന്നത് നിങ്ങളുടെ അപ്പർ ലിവിംഗ് സ്പേസിലാണ്. നല്ല വലിയൊരു ഹാളാണ് നിങ്ങൾക്ക് ഇവിടെ അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടിയിരിക്കുന്നത്. വോൾ ഇവിടെയുണ്ട്. ഇവിടെ TV വെക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പോയിന്റ് ഒക്കെ കിട്ടുന്നുണ്ട്. നേരെ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഇതുപോലൊരു ഭംഗിയായിട്ട് അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ കബോർഡ് ആണ്. ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ആയിട്ട് ടഫന്റെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാനായിട്ട് നല്ലൊരു ഷെൽഫ് കൂടി കിട്ടുന്നുണ്ട്. മുകളിലൊക്കെ വലിയ LED ബൾബുകളൊക്കെ കൊടുത്ത് നല്ല വൈബോട് കൂടിയിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വിൻഡോസ് നോക്കാം. ഈ ഒരു വലിയ ഹാളിന്റെ ഈ ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. എയർ ഹോൾ വരുന്നുണ്ട്. റൂഫ് സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ പോർഷനിൽ ഈ ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് പർപ്പസിന് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഇതുപോലെ നല്ലൊരു അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. ഡ്രോസും ഓപ്പൺ ഷെൽഫുകളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് 12 ഫീറ്റ് ആണ് വരുന്നത്. ചുറ്റിനും നിറയെ വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി ഉണ്ട്. നല്ല ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല സ്പേഷ്യസ് ആണ് ബെഡ്റൂം കാണുമ്പോൾ തന്നെ. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ നല്ലൊരു കളർ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നിങ്ങളൊന്ന് നോക്കിക്കോളൂ. വളരെ സ്പേഷ്യസ് ആണ്. നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ടൈലുകൾക്കും കൊടുത്തിരിക്കുന്നത്. സൊമാനിയുടെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഫൈനൽ ആയത് തേർഡ് ബെഡ്റൂം കണ്ടു നോക്കാം. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഈ ഒരു കോർണർ പോർഷൻ ഇതുപോലെ ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ റൂമിന്റെ ഭംഗിക്ക് മാറ്റം കൂട്ടുന്നത് തന്നെയാണെന്ന് പറയാം. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി ഉണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് നമുക്ക് വലിയ LED ബൾബുകളാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെയിം കളർ കോമ്പിനേഷനിൽ വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ്.
മൂന്നാമത്തെ ഈ ഒരു ബാത്റൂമിൽ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഇവിടെയും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ടൈലുകൾ കളർ കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു ക്യൂട്ട് വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്ത് ചെമ്മലപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. പുക്കാട്ടുപടിക്കും കിഴക്കമ്പലത്തിനും മിഡിലായിട്ടാണ് വരുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, നമുക്ക് ഏറ്റവും അത്യാവശ്യം കുട്ടികൾക്ക് സ്കൂള്, ഹോസ്പിറ്റൽ ഇതൊക്കെയാണ്. ഈ ഒരു സറൗണ്ടിങ്സിൽ തന്നെ 4-5 നല്ല CBSE സ്കൂളുകളുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാനുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ചാർട്ടർ സ്കൂള്, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂള്, സെന്റ് മേരീസ് സ്കൂള്, സെന്റ് ജോസഫ് എല്ലാം നമുക്ക് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കമ്പലത്തേക്ക് വളരെ ഈസിയാണ്, പുക്കാട്ടുപടിയിലേക്കും ഈസിയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് മെയിൻ റോഡ് ബസ് റൂട്ടിന് നമുക്ക് ഏകദേശം ഒരു 250-300 മീറ്റർ ഒക്കെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ചമ്മലപ്പടി എന്നാണ് സ്ഥലത്തിന്റെ പേര്. വീടുകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിലൊക്കെ നിങ്ങൾ വിളിക്കുമ്പോൾ ഇന്ന് വീഡിയോ ഇട്ട് നാളത്തെ കഴിഞ്ഞ് വിളിക്കുമ്പോഴേക്കും സെയിലായി, ടോക്കൺ ആയി എന്ന് പറയേണ്ട സിറ്റുവേഷൻ ആണ്. അത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്. എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇന്ന് നിങ്ങൾ കണ്ട വീട് 4 സെന്റിലാണ് ചെയ്തിരിക്കുന്നത്. 1580 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ആണ്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 1580 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 2 കാർ പാർക്കിംഗ് ഉണ്ട്. ചെറിയൊരു വീട്, ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല ക്യൂട്ട് ആയിട്ട് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 68 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ ലോൺ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇപ്പോൾ മാർബിൾ ഹോംസ് വഴി ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. എമൗണ്ട് മറക്കണ്ട, 68 lakhs എന്നുള്ള പ്രൈസ് മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചു തരുവാണ്. ലോണിന്റെ കാര്യത്തിൽ നിങ്ങൾ വറി ചെയ്യേണ്ട. നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ബാങ്കിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട മാക്സിമം ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീടുകൾ വളരെ പെട്ടെന്ന് സെയിൽ ആവുകയാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ വിളിക്കുക, വീട് കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.